ഞങ്ങളൊരു യാത്രയിലാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ മൊമെൻറ്റിൻ്റെ ഭാഗമാകാനുള്ള യാത്ര. കണ്ണൂരിൽ നിന്നും മാനന്തവാടി എത്തി. മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിക്ക്. ആനവണ്ടി എന്ന് പറഞ്ഞാലും മലയാളികൾക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അല്ലേ? എനിക്കും എൻ്റെ മകനും ഭയങ്കര ഇഷ്ടമാണ്. അതും പ്രത്യേകിച്ച് വയനാടിൻ്റെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനൊരു യാത്ര. ഉത്രാടം, തിരുവോണം, അവിട്ടം 3 ദിവസത്തെ കഥയാട്ടോ ഞാൻ ഈ വ്ളോഗിലൂടെ പറയുന്നത്. തിരുനെല്ലി എത്തി. ഈവനിങ്ങിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒന്ന് നടക്കാനിറങ്ങി. വിദ്യേച്ചിയുണ്ട്, മഞ്ജുവേച്ചിയുണ്ട്, കുഞ്ഞു എന്ന് വിളിക്കുന്ന കീർത്തിയുണ്ട്, പിന്നെ മാളു, ആദവ്, അച്ചൂട്ടൻ. അന്ന് രാത്രി നന്നേ വഴുകി കിടക്കാൻ വേണ്ടി. പിറ്റേന്ന് രാവിലെ തിരുവോണം. അമ്പലത്തിൽ നിന്ന് തന്നെ ആ ദിവസം ആരംഭിക്കാമെന്ന് കരുതി നേരത്തെ കുളിച്ച് റെഡിയായി നിന്ന കസിൻസ് എല്ലാവരും കൂടെ തിരുനെല്ലി അമ്പലത്തിലെത്തി. ഭഗവാനെയും തൊഴുത് ഐശ്വര്യമായിട്ട് അന്നത്തെ ദിവസം ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ മൊമെൻറ്റിൻ്റെ ഭാഗമാകാനുള്ള യാത്രയാണെന്ന്. അതെ, ഞങ്ങളുടെ വലിയേട്ടൻ, ഞങ്ങളുടെ വക്കീലേട്ടൻ രഞ്ജിത്തേട്ടൻ്റെ വേലിയാണ് അവിട്ടത്തിന്. ബ്രാഹ്മൺസിൻ്റെ കല്യാണത്തിന് അല്ലെങ്കിൽ വേളിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ചടങ്ങാണ് അയനൂൺ എന്ന് പറയുന്നത്. ബാച്ചിലറായിട്ടിരിക്കെ ചെക്കൻ ഒറ്റയ്ക്ക് ലഞ്ച് കഴിക്കുന്ന, ഒറ്റയ്ക്കല്ല വേറെ 2 പേരും കൂടി ഇരുത്തും, അങ്ങനെ ലഞ്ച് കഴിക്കുന്ന ഒരു ചടങ്ങാണിത്. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാം എനിക്ക് കൃത്യമായിട്ട് ഒപ്പിയെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല, എങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ വ്ളോഗിൽ ചേർക്കാം. ശരിക്കും ചെക്കനേക്കാൾ കൂടുതൽ ഒരുപാടുകളൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ കസിൻസിനാണ് കേട്ടോ. ഇനി ചെക്കനെ പരിചയപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയത്, വേളിയുടെ മുഹൂർത്തത്തിൻ്റെ തലേ ദിവസം അതേ മുഹൂർത്തത്തിന് വധുവിൻ്റെയും വരൻ്റെയും ഗൃഹത്തിൽ വെച്ചിട്ട് അയനത്തിന് ഉള്ള ഊണ്, അതായത് ആ ഒരു ദിവസം മുമ്പേ ഉള്ള ആ മുഹൂർത്തത്തിൽ ആ ഇല്ലത്ത് വെച്ചിട്ട് ആ കുട്ടിയുടെ ഇല്ലത്ത് വെച്ച് ആ കുട്ടിയും വരൻ്റെ ഇല്ലത്ത് വെച്ച് വരനും ഊണ് കഴിക്കുന്ന ചടങ്ങാണ്. അമ്മ വിളമ്പി കൊടുത്ത് ആ തറവാട്ടിൽ വെച്ച് ബാച്ചിലറായിട്ട് അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള അവസാനത്തെ ഊണാണ് കഴിക്കുക. അതിനുശേഷം അന്നത്തെ ദിവസം ഒരിക്കൽ ഊണാണ്, അന്ന് ഊണ് കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. മറ്റ് പലഹാരങ്ങളൊക്കെ കഴിക്കാം, ഊണ് കഴിക്കാൻ പാടില്ല. അവസാനത്തെ ആ ബാച്ചിലർ ലൈഫിലെ അവസാനത്തെ ഊണാണ് കഴിക്കുന്നത്. അത് ഒരേ മുഹൂർത്തത്തിൽ 2 പേരും അവിടെ കഴിക്കും. പിറ്റേ ദിവസം ഊണ് 2 പേരും കൂടി ചേർന്ന് കഴിക്കും. അതിനുശേഷം പിറ്റേ ദിവസം സൽക്കാരത്തിന് ഭാര്യ ഭർത്താവിന് വിളമ്പി കൊടുത്ത് കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സമ്പ്രദായങ്ങൾ. ഓരോ നാട്ടിലും ഓരോ പല പല സമ്പ്രദായങ്ങളൊക്കെയാണ് ഉള്ളത്. എന്നാലും ഈ നമ്മുടെ ഈ വടക്കൻ കേരളത്തിൽ ഈ സമ്പ്രദായമാണ് ഫോളോ ചെയ്യുന്ന ബ്രാഹ്മണരുടെ ഇടയ്ക്ക്. അങ്ങനെ അയനൂണിൻ്റെ ഒരുക്കപ്പാടുകളൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും റെഡിയാണ്. ഒരുപാട് ചടങ്ങുകളുണ്ട്, അതിനൊക്കെ ഓരോ അർത്ഥങ്ങളും ഉണ്ട്. പക്ഷേ എനിക്കതൊന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പൊതുവേ ഒരു കല്യാണം കൂടാൻ പോയി കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാരോടൊക്കെ മിണ്ടി സെൽഫി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ച് സമയം പോകും. ഇന്നേ വരെ ഒരു കല്യാണത്തിൻ്റെയും ചടങ്ങുകൾ വൃത്തിയായിട്ട് കണ്ടിട്ടില്ല എന്നതാണ് സത്യം. അയനിയൂണിന് മുന്നേ ചെറുക്കനെ കുളിപ്പിക്കാൻ പോകുന്നൊരു ചടങ്ങാണ് ഇത്. കുളിപ്പിക്കാൻ കൊണ്ടുപോകും, കുളത്തിൽ പോയി കുളിച്ച് വരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ കുളിക്കാൻ കൊണ്ടുവന്ന ചടങ്ങായതുകൊണ്ട് തന്നെ ഇപ്പം കാണുന്നത് ചിലപ്പം എണ്ണ തേക്കുന്ന ചടങ്ങായിരിക്കും. ഇത് എണ്ണയാണോ നെയ്യാണോ എന്നെനിക്ക് പിടിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വ്ളോഗിന് കമൻ്റായിട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരം. അയനിയൂണ് കഴിഞ്ഞാൽ പിന്നെ തിരുവാതിര ഉണ്ടാവും. രാത്രി ഹൽദി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു ശീലമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഫോൺ പിടിച്ചെല്ലാം റെക്കോർഡ് ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. പക്ഷേ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതെൻ്റെ ശീലമാവും. അത് അങ്ങനെ എല്ലാ മൊമെൻറ്റ്സും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ വൈകുന്നേരം ഉണ്ടായിരുന്ന തുള്ളലുണ്ടല്ലോ, DJ ഒന്നും അല്ലെങ്കിലും പാട്ട് വെച്ചിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താണെന്നറിയോ,
എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല എന്നുള്ളതാണ് കാര്യം. സോ അനിയോണിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തും വലത്തും ഓരോരുത്തരെ ഇരുത്തി രഞ്ജിത്തേട്ടന് ഇപ്പോൾ ഇതാ ഊണ് കഴിക്കും. ഇത് കുളിച്ച് വന്നതിന് ശേഷമുള്ള രഞ്ജിത്തേട്ടനെ ഒരുക്കണ പരിപാടിയാണ്. കൺമഷിയിടും, ചന്ദനം തൊടും, തലയിൽ കറുക വയ്ക്കുന്നുണ്ട്. എനിക്കതൊന്നും എന്തിനാണ് വയ്ക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതൊക്കെയാണ് ബ്രാഹ്മൺസിൻ്റെ കല്യാണത്തിന് ഉണ്ടാവുക. ഇത് പെണ്ണിൻ്റെ വീട്ടിൽ നടക്കും, ചെക്കൻ്റെ വീട്ടിൽ നടക്കും. അതിനു ശേഷമുള്ള തിരുവാതിരക്കളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവാതിരയ്ക്ക് ശേഷം വൈകുന്നേരം ഹൽദി ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു. രാത്രി എല്ലാവരും കൂടെ ചെക്കനും ചെക്കൻ്റെ അമ്മ വീട്ടുകാരും അച്ഛൻ വീട്ടുകാരും എല്ലാവരും ചേർന്ന് ഡാൻസ് ചെയ്യുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു. ആ ദിവസം മറക്കാനാവാത്ത ദിവസമാക്കി മാറ്റിയിരുന്നു ഞങ്ങൾ. അങ്ങനെ തിരുവോണം അതിഗംഭീരമായി അവസാനിച്ചു. അടുത്തത് അവിട്ടം. ഞങ്ങൾ തിരുനെല്ലിയിലാണ് ഉള്ളതെന്ന് മുന്നേ പറഞ്ഞല്ലോ. കല്യാണം അല്ലെങ്കിൽ വേളി നടക്കുന്നത് മാനന്തവാടി വള്ളിയൂർക്കാവിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ തിരുനെല്ലിയിൽ നിന്ന് എല്ലാ ഫാമിലി മെമ്പേഴ്സും അങ്ങോട്ടേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. വലിയവരെല്ലാവരും വേഷ്ടിയും മുണ്ടും, കുട്ടികൾക്ക് പാവാടയും ടോപ്പും, വലിയ ആണുങ്ങൾക്ക് ഷർട്ടും മുണ്ടും, ചെറിയ ആൾക്കാർക്ക് കുർത്തയും മുണ്ടും, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ വേഷം ഉണ്ടായിരുന്നത് കല്യാണ ദിവസത്തെ. ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ 3 ദിവസത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ 3 ദിവസമാണ് ഞാൻ ഈ 7-8 മിനിറ്റിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരുപാട് പോരായ്മകളുണ്ട്, എനിക്കറിയാം. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.